അവതാർ ഫയർ ആൻഡ് ആഷ്. ജെയിംസ് കാമറൂണിൻ്റെ അവതാർ സീരീസിലെ മൂന്നാമത്തെ ചിത്രമാണ് ഫയർ ആൻഡ് ആഷ്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇതെന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയാം ഇത്തവണയും, എന്നിട്ട് നമ്മൾ എന്തിന് ഈ അവതാർ സിനിമ കാണാൻ പോകുന്നു, അതാണ്. അപ്പോൾ അതിനെപ്പറ്റി പറയണമെങ്കിൽ ആദ്യം എനിക്കൊരു കഥ പറയാനുണ്ട്. അത് ഐമാക്സിനെ പറ്റിയാണ്. അതായത് അവതാറിൻ്റെ ആദ്യത്തെ ഭാഗം ഇറങ്ങിയത് 2009 അവതാറിൻ്റെ ആദ്യത്തെ ഭാഗം ഇറങ്ങിയപ്പോൾ എനിക്ക് അത് അങ്ങനെ തിയേറ്ററിൽ പോയി കാണാൻ പോലും പറ്റില്ല. അങ്ങനെ ഒരു അവസരം ഇല്ലായിരുന്നു ആ സമയത്ത്. അത് 3D പോലും ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ പിന്നീട് ഞാനത് കമ്പ്യൂട്ടറിൽ കാണുകയുണ്ടായി. അപ്പോൾ കഥാപരമായിട്ട് വലിയ പുതുമയൊന്നും ഇല്ലാത്തൊരു സംഭവം എങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സിനിമയായി തോന്നി. എങ്കിലും അതൊരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ലല്ലോ, അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ എത്ര നമ്മൾ ക്വാളിറ്റിയുള്ള പ്രിൻ്റ് എടുത്ത് ഡൗൺലോഡ് ചെയ്ത് കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ തിയേറ്ററിൽ കാണുന്ന ഒരു ഫീൽ കിട്ടില്ല എന്നറിയാമായിരുന്നു. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞു. അതായത് അവതാർ രണ്ടാം ഭാഗം വരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇപ്പോൾ 13 വർഷം കഴിഞ്ഞു. 13 വർഷത്തിന് ശേഷം അവതാറിൻ്റെ രണ്ടാം ഭാഗം വരുവാന്ന് അനൗൺസ്മെൻറ്റ് നേരത്തെ വന്നതാണ്. പക്ഷേ അവതാറിൻ്റെ രണ്ടാം ഭാഗം വരുവാന്ന് അറിഞ്ഞു. അവതാർ വേ ഓഫ് വാട്ടർ. അപ്പോൾ അതെന്തായാലും ഐമാക്സ് കാണണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതിനുള്ള അവസരം എനിക്ക് ഒത്തും കിട്ടി. ഞാൻ ആ സമയത്ത് നാട്ടിലല്ലായിരുന്നു. ഐമാക്സ് 3D അക്സസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെയായിരുന്നു ഞാൻ ആ സമയത്ത്. അപ്പം ഈ അവതാർ വേ ഓഫ് വാട്ടർ കാണാനിങ്ങനെ പ്ലാൻ ചെയ്തിരുന്ന സമയത്ത് അവരൊരു കാര്യം ചെയ്തു. അവതാറിൻ്റെ ഫസ്റ്റ് പാർട്ട് ഒന്നുകൂടെ റിലീസ് ചെയ്തു, അതായത് അവതാർ 1. അപ്പോൾ തന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, പോയി കണ്ടേക്കാമെന്ന് കരുതി. കാരണം എനിക്ക് ഐമാക്സ് 3D ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ ഇനിയും 2 മാസം വെയിറ്റ് ചെയ്യാനുള്ള ഒരു ക്ഷമ കുറവുള്ള കാരണം അത് കണ്ടേക്കാമെന്ന് വെച്ചു. അപ്പോൾ അത് പോയി കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഐമാക്സ് കാണുമ്പോൾ ആദ്യം എഴുതി കാണിക്കുന്ന ഒരു ചെറിയൊരു പോർഷനുണ്ട്. അതായത് വാച്ച് എ മൂവി ഓർ ബി എ പാർട്ട് ഓഫ് വൺ എന്ന് പറയും. അപ്പോൾ അതെന്താണെന്ന് അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ എഴുതുന്നു അങ്ങനെ ആലോചിച്ചു. പിന്നെ അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. കാരണം നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയല്ല, നമ്മൾ സാധാ 3D കാണുന്നതിലും നമ്മൾ ഐമാക്സ് 3D എന്ന് പറയുമ്പോൾ ആ ഒരു വേൾഡിൽ നമ്മളിരിക്കുക. അതായത് വെള്ളത്തിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന സീനോ, വെള്ളത്തിൽ ഷൂട്ട് ചെയ്യുന്ന അടുത്ത സിനിമയിലാണ് വന്നത്. പക്ഷേ അതിലെ തന്നെ ആണെങ്കിലും അവരിങ്ങനെ ആ ഒരു പണ്ടോര വേൾഡിൽ ചെന്നിട്ട് ഓരോ ജീവികളെയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ നോക്കുന്ന പോലെ നമ്മളും ഇങ്ങനെ കൈയൊക്കെ പൊക്കി ഇങ്ങനെ കൊള്ളാലോ അങ്ങനെയൊക്കെ ഇരുന്ന് കാണുന്ന ഒരു അവസരം. അപ്പോൾ അതാണ് ഇതെന്തോരം വലിയൊരു ടെക്നോളജിയാണെന്ന് മനസ്സിലായത്. അപ്പോൾ പിന്നെ അടുത്ത പാർട്ട് കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടുതലായിരിക്കുമല്ലോ അവതാറിൻ്റെ സെക്കൻഡ് പാർട്ട്. അതിനുവേണ്ടി 13 വർഷം എന്തുകൊണ്ട് വന്നു എന്ന് ഞാൻ ആലോചിച്ചു. അപ്പോഴാണ് അറിഞ്ഞത് ഈ ഓഷ്യൻ്റെ ഏറ്റവും ഡീപ്പസ്റ്റ് പോയിൻ്റായി മരിയാന സ്ട്രെഞ്ചിൻ്റെ ഏറ്റവും ഡീപ്പസ്റ്റ് പോയിൻ്റാണ് ചലഞ്ചർ ഡീപ്പ്. അതായത് അവിടെ പോയിട്ടുള്ള ഒരേ ഒരു സിനിമയിൽ നിന്നുള്ള ഒരാളാണ് ജെയിംസ് കാമറൂൺ. അപ്പം ആൾക്ക് അവതാറിൻ്റെ രണ്ടാം ഭാഗം വെള്ളത്തിലെ കഥയാണ് പറയേണ്ടിയിരുന്നത്. അപ്പോൾ ഈ വെള്ളത്തിലെ കഥ, അപ്പോൾ ആ വാട്ടറിൽ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്യുക, ഇങ്ങനത്തെ VFXൻ്റെ പല ടെക്നോളജികളും പഠിക്കാനും ഒക്കെ ആയിട്ട് പുള്ളിക്ക് അത് ഉപകാരപ്പെട്ടു. സെയിം ടൈം പുള്ളി കണ്ടിട്ടുള്ള കാഴ്ചകൾ നമ്മളെല്ലാവരെയും കാണിക്കണം. നമ്മളെല്ലാവരെയും വിളിച്ചുകൊണ്ട് മരിയാന സ്ട്രെഞ്ചിലോട്ട് പോകാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? അത് ആ ഒരു ഒറിജിനൽ ഫീലിൽ തന്നെ നമുക്ക് തിയേറ്ററിൽ കാണണം. അപ്പോൾ അതിനുവേണ്ടി അത്രയും വർക്ക് ചെയ്ത ആൾ എന്നിട്ടാണ് വേ ഓഫ് വാട്ടർ ഇറക്കിയത്. വേ ഓഫ് വാട്ടർ കണ്ടപ്പോഴാണെങ്കിലും സെയിം നമുക്ക് ആ ഒരു ഫീൽ കിട്ടി. നമ്മൾ വാട്ടറിനുള്ള സീനുകളൊക്കെ കണ്ടപ്പോൾ നമ്മളും അവിടെ ആ ഒരു ക്രിയേച്ചേഴ്സിൻ്റെ കൂടെ ഇങ്ങനെ ഒഴുകി പോകുന്നൊരു ഫീലും അങ്ങനെയൊക്കെ തോന്നിയിരുന്നു. അപ്പം എന്താ പറയുക, ജെയിംസ് കാമറൂൺ എന്ന് പറഞ്ഞ ഒരാൾ നമുക്കൊക്കെ സംഭാവന ചെയ്തിട്ടുള്ള എന്താണെന്ന് നമുക്കപ്പം അതിൻ്റെ വില നമുക്കപ്പം മനസ്സിലാവും. പക്ഷേ എന്താണ് പ്രശ്നം, അത് സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ സിനിമ കാണുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലായി സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇത് പോകുന്നതിന് മുന്നേ നമുക്കറിയാം 3 hours-ആണ്. 3 hours കൂടുതലുണ്ട്. 3 hours കൂടുതലും. പിന്നെ ട്രെയിലറിൽ തന്നെ മനസ്സിലായി എന്തൊക്കെയാണ് വരാൻ പോകുന്നത്. സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഞാൻ പോയതാണെങ്കിലോ നല്ലൊരു ഉറങ്ങാൻ ഉള്ളൊരു സെറ്റപ്പ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് പോയത്. പക്ഷെ ഞാൻ ഉറങ്ങിയില്ല. ആ 3 മണിക്കൂർ ഞാൻ അവിടെ നിന്ന് മുഴുവൻ കണ്ടു. ഒരു മടുപ്പോ ഒന്നും ഉണ്ടായില്ല. കണ്ടു. കാരണം നമ്മൾ ഈ ഒരു സിനിമയായിട്ട് എപ്പോൾ കാണുന്നു നിർത്തുന്നുവോ ആ പോയിന്റിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അതായത് ഒരു സിനിമയല്ല, നമ്മൾ ഇപ്പോൾ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിലിട, അതായത് ഒരു വണ്ടർലായോ അല്ലെങ്കിൽ ഡിസ്നി വേൾഡോ അങ്ങോട്ടൊക്കെ ഉള്ളൊരു ടിക്കറ്റായിട്ട് കണക്കാക്കുക. സിനിമയ്ക്കുള്ള ടിക്കറ്റിന് പകരം അങ്ങനെ കണക്കാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ സിനിമ നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം ഈ സ്ഥലങ്ങളിലൊക്കെ ആദ്യം പോകുന്നവരും വീണ്ടും പോകുന്നവരും ഉണ്ട് വ്യത്യാസം. അപ്പോൾ രണ്ടുപേർക്കും എന്തുകൊണ്ട് ആദ്യം പോകുന്ന ആളുകൾക്ക് ഇതൊക്കെ പറഞ്ഞ് കേട്ട് അറിയും ഇതെന്തോ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവമാണ് എന്നോർത്ത് പോകുന്നവരുണ്ട്. അവർക്കിത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഐമാക്സ് 3D കാണുവാണെങ്കിൽ ആ എക്സ്പീരിയൻസ് അവർക്ക് അനുഭവിക്കാൻ പറ്റി. മറ്റുള്ളവരുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു തവണ പോയിട്ടുണ്ട്,
അപ്പോൾ ഈ ഒരു റൈഡുകളൊക്കെ ആണെങ്കിലും ഈ റൈഡിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയാം. പക്ഷേ അപ്പം കിട്ടിയൊരു ഹൈ ഒന്നുകൂടെ കിട്ടാൻ വേണ്ടി കാണാൻ പോകുന്നവരുണ്ട്, അല്ലെ, കയറാൻ പോകുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെ ഉദ്ദേശത്തിന് പോകുന്നവർക്കും അത് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഉദ്ദേശത്തിൽ ആദ്യം ആയിട്ട് കാണാൻ പോകുന്നവർക്ക്, ഇപ്പോൾ എൻ്റെ വൈഫൊക്കെ ആണെങ്കിൽ ഐമാക്സ് 3D എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചത് എന്തുവാ, ഐമാക്സ് 3Dയിൽ അവതാർ മാത്രമല്ല, ഇതല്ലാതെ ഇഷ്ടംപോലെ സിനിമകൾ വരുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇതിനൊന്നും ഞാനിങ്ങനെ കൊണ്ടുവന്നതിനെ പറ്റി ചിന്തിച്ചൊന്നുമില്ല, കാരണം ഇതിൻ്റെ 3rd പാർട്ട് വരുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. വൈഫിനെ കൊണ്ട് കാണിക്കണമെന്ന് ഓർത്തു. ഐമാക്സ് 3Dയിൽ ആൾ കാണുമ്പോഴെല്ലായിരുന്നു എക്സൈറ്റഡ് ആവും ആ ഓരോ സീനുകൾ വരുമ്പോഴത്തേക്കും. അപ്പോൾ ഞാനും ആദ്യമായിട്ട് ഇത് കണ്ട ഫീൽ എനിക്ക് അപ്പോൾ അവിടെ കാണാൻ പറ്റി. അപ്പോൾ പിന്നെ ഞാനിത് വീണ്ടും കാണുവാണല്ലോ, എനിക്കും ചില ഭാഗങ്ങളൊക്കെ അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെങ്കിലും ആദ്യം കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ, നിങ്ങളിതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ സംശയിക്കുകയൊന്നും വേണ്ട, കഥയെപ്പറ്റി ഒന്നും ആലോചിക്കേണ്ട, പൊക്കോളുക, കണ്ടേക്കുക. പിന്നെ ഇതിൻ്റെ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താ എല്ലാവരും പറയുന്ന റീസൺ തന്നെ, എത്രാമത്തെ തവണ പുള്ളി സെയിം കഥയായിട്ട് വരുന്നത്. ആദ്യത്തെ സിനിമ വിയറ്റ്നാം കോളനിയുടെ കഥയാണെന്ന് പറഞ്ഞ് നമ്മൾ കളിയാക്കുന്നുണ്ട്. പക്ഷേ പിന്നെ വരുന്നത് ഇപ്പോൾ ഈ അത് കഴിഞ്ഞുള്ള വേ ഓഫ് വാട്ടർ ആണെങ്കിലും കണ്ടങ്ങ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരുന്നപ്പോഴത്തേക്ക് ഇത് സിനിമയല്ലേ കാണുന്നത്, ഇതിൻ്റെ കഥ എന്തുവാ, അങ്ങനെ ആലോചിച്ചു. അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും അങ്ങ് എങ്ങനെയോ തീർത്തു. അവിടുന്ന് തന്നെ ഈ സിനിമ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരിക്കലും നമുക്കൊരു സ്റ്റാൻഡ് അലോൺ സിനിമയായിട്ട് സിനിമ കാണാൻ പറ്റില്ല. നമുക്കത് ആദ്യത്തെ 2 ഭാഗം കണ്ടിട്ടുണ്ടെങ്കിലേ ഇതിൻ്റെ ബാക്കി എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടറിനെ അറിയണമെങ്കിൽ തന്നെ ആദ്യത്തെ ഭാഗം എന്തായാലും കാണണം. അതായത് എൻ്റെ ഫേവറേറ്റ് ക്യാരക്ടർ എപ്പോഴും ഇതിനകത്ത് നെയ്ത്തിരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജെയ്ക്ക് സള്ളിയുടെ വൈഫ് ആണ്. അപ്പോൾ ആളുടെ സിനിമയായിരുന്നു ഫസ്റ്റ്, നെയ്ത്തിരിയുടെ സിനിമയാണ് അവതാർ ഫസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് മൊമെൻറ്റ്സും ബെസ്റ്റ് എല്ലാ ഭാഗങ്ങളും വന്നിരിക്കുന്നത് നെയ്ത്തിരിക്കാണ്. അപ്പോൾ സെക്കൻഡ് പാർട്ട് ആയപ്പോൾ അവരിതേ കുറേ എണ്ണത്തിന് ഉണ്ടാക്കിയിട്ടിരിക്കുന്നു പിള്ളേരെന്ന് പറഞ്ഞിട്ട്. എൻ്റെ പൊന്നോ, ഒറ്റ എണ്ണത്തിനെ സഹിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ കൂടെ ഈ പുള്ളിയുടെ വിചാരം എന്തുവാ, ഈ ജെൻസി ആൾക്കാരെല്ലാം കൂടെ ബ്രോ ഡൂഡ് ഇങ്ങനെ മാത്രമേ സംസാരിക്കുകയുള്ളൂ. അങ്ങനത്തെയൊക്കെയുള്ള സ്ലാങ്ങുകളൊക്കെ ആഡ് ചെയ്ത് ആകെ അലമ്പാക്കി. കാരണം പിള്ളേരെ കാണുമ്പോഴേ നമുക്ക് ഇതുമാരെ സീനൊന്ന് കഴിഞ്ഞ് കിട്ടിയിരുന്നെങ്കിൽ നമുക്കിങ്ങനെ ആലോചിക്കുമായിരുന്നു. അപ്പം അതിലൊരു ഐഡൻറ്റിറ്റി ഉള്ള ഒരു ക്യാരക്ടറും ഇല്ല. ആകെ ഒരു നല്ലൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിരി എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ക്യാരക്ടറാണ്. പക്ഷേ അതിന് സൗണ്ട് കൊടുത്തിരിക്കുന്നതോ അവരുടെ അമ്മയായിട്ട് ആദ്യത്തെ പാട്ടിൽ അഭിനയിച്ച സിഗോർണി വീവറിൻ്റെ ക്യാരക്ടർ. അപ്പോൾ അതും നമുക്കൊരു കുട്ടിയാണെന്ന് നമുക്ക് തോന്നുന്നില്ല. കുട്ടിയാണെന്ന് നമ്മളിങ്ങനെ കണ്ടുവരുമ്പോൾ ആൾ വാ തുറക്കുമ്പോൾ ഇതേതേ അമ്മച്ചി സംസാരിക്കുന്നത്, അങ്ങനെ ഒരു ഫീലായിപ്പോൾ. ഭയങ്കര ഹാർഷായിട്ട് പറയുന്നെന്ന് തോന്നുന്നു, പക്ഷേ അങ്ങനെയല്ല. നമ്മൾ കാണുമ്പോൾ നമുക്കുള്ള ഫീലാണ്. ആൾക്ക് ജെയിംസ് ക്യാമറോൺ പല പോയിന്റിലും തെറ്റിപ്പോയ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ സിനിമയിൽ നിന്ന് കാണാൻ പറ്റും. നമ്മളിത് ആളെ സിനിമ എടുക്കേണ്ട എങ്ങനെ കഥ ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുക്കാമെന്നും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല പറയുകയാണെങ്കിൽ. പക്ഷേ ആൾ വലിയൊരാളാണ്, നമ്മളതിന് മാത്രം ആളൊന്നും ആയിട്ടൊന്നുമില്ല. പിന്നെ ഇതുപോലെ തന്നെ അത് നെയ്ത്തിരിയുടെ കാര്യം പറഞ്ഞു, ഈ സിനിമയിലൊക്കെ ആണെങ്കിലും ആളിങ്ങനെ ഇരുന്ന് സെക്കൻഡ് പാർട്ടിലാകുമ്പോൾ നമുക്ക് അറിയാം വിഷമിച്ച ആൾ നെയ്ത്തിരിയുടെ ആ ഒരു ലോകത്തുനിന്ന് മാറി അടുത്ത സ്ഥലത്തേക്ക് മാറി വന്നു, അതിൻ്റെ വിഷമമൊക്കെയാണ് നമ്മൾ ഓർക്കും. 3rd സിനിമ ആയപ്പോഴും വിഷമിക്കുന്നതിന് നമ്മളിങ്ങനെ ചിന്തിക്കുക, ശരിക്കും പുള്ളിക്കാരി ഇത് മടുത്ത് എന്നെ ഒന്ന് കൊന്നു തന്നിരുന്നെങ്കിൽ ഇവന്മാരെല്ലാം കൂടെ എന്തെങ്കിലും അഭിനയിച്ചോട്ടെ എന്നോർത്ത് പുള്ളി വിഷമിക്കുന്നതാണോ എന്നിങ്ങനെ ആലോചിച്ചു. എന്നാൽ പിന്നെ ഒരു നല്ലൊരു മൊമെൻ്റ് ആൾക്ക് ഈ സിനിമ കിട്ടിയിട്ടുണ്ട്. ആളൊരു സാവേജ് മോഡായി തുടങ്ങുമ്പോൾ നമ്മൾ ഓർക്കും, ഓക്കെ ഇനി പുള്ളിക്കാരി കൊണ്ടുപോകും പടം എന്ന് ഫീൽ ചെയ്തിരിക്കുമ്പോൾ അവിടെ നിർത്തിയിട്ട് പിന്നെയും പഴയ കഥ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒരു തവണ വന്ന് ആക്രമിക്കും, അതിൽ നിന്ന് രക്ഷപ്പെടും, പിന്നെയും വന്ന് ആക്രമിക്കും, അതിൽ നിന്ന് രക്ഷപ്പെടും. ഇതിങ്ങനെ റെപ്പറ്റീഷൻ ചെയ്തിരിക്കുക. അപ്പോൾ അത് തന്നെ. പിന്നെ ഇതിനകത്ത് ഒരുത്തനുണ്ട്, എൻ്റെ പൊന്നോ, അവനെയാണ് സഹിക്കാൻ മേലാത്തത്. അത് പുള്ളി എന്നിട്ട് അതും പോരാത്തിന് ആ ക്യാരക്ടറിനെ സെൻട്രൽ ക്യാരക്ടറോടാക്കാൻ നോക്കി. സ്പൈഡർ എന്ന് പറഞ്ഞൊരു സാധനം, അത് മൗഗ്ലിയും അല്ല ടാർസനും അല്ല, ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന എന്തോ ഒരു ഐറ്റം. അത് ചെറുക്കനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വെട്ടം സിനിമയിൽ നമ്മുടെ ദിലീപ് പറയുന്നത്, ഞാൻ ആ പയ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും പയ്യനെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ഫോട്ടോയിൽ ഗാന്ധിജിയിലൂടെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയുന്ന പോലത്തെ ഒരു ചെറുക്കൻ അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് ഭയങ്കര ഒരു ഇറിറ്റേറ്റിംഗ് ക്യാരക്ടറായിരുന്നു. പല പോയിന്റിൽ ഈ സിനിമയിൽ ആ ചെറുക്കൻ ഇങ്ങനെ മരിക്കാൻ പോകുന്ന പോലുള്ള സീനുകൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അയ്യോ ചാവണേ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കും. എന്നിട്ട് രക്ഷപ്പെടുമ്പോൾ ഞാൻ തന്നെ ആലോചിക്കും, ഓ ഷിറ്റ് വീണ്ടും വരുന്നു. അങ്ങനെ നമുക്ക് തോന്നിപ്പോവും. അപ്പോൾ അതിനെ ആ ഒരു ക്യാരക്ടറിനെ സെൻട്രൽ ക്യാരക്ടർ ആക്കിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ സിനിമയുടെ ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയുടെ സ്റ്റോറിയുടെ ക്വാളിറ്റി, ടോട്ടൽ മേക്കിങ്ങും ഒക്കെ ആണെങ്കിൽ ടോപ്പ് നോച്ച് തന്നെയാണ്. അതിന് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്? അത് എന്തെങ്കിലും ഒരു സാക്രിഫൈസ് പുള്ളി ചെയ്യത്തില്ല. പുള്ളി അത് അങ്ങനെ തന്നെ ഒന്നും കോമ്പൻസേറ്റ് ചെയ്യാൻ പോകത്തില്ല. ആ പുള്ളിക്ക് എന്ത് വേണം അത് അതുപോലെ തന്നെ പുള്ളി കാണിച്ചിരിക്കും. അതിന്
അത് നമുക്ക് അതുകൊണ്ടാണ് ഈ 3 മണിക്കൂർ കണ്ടിരിക്കാൻ പറ്റിയത് തന്നെ. പിന്നെ ഇതിന് നല്ലൊരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയത് ഒരു ഫയർ പീപ്പിളായിട്ട് വരുന്ന അവരുടെ ഊന ചാപ്ലിൻ്റെ ക്യാരക്ടർ, ഊന ചാപ്ലിൻ്റെ വരാങ്ക് എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടർ, അത് നല്ലൊരു ക്യാരക്ടറാണ്. നന്നായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നു, നന്നായിട്ട് കൊണ്ടുപോയിട്ട് എന്നിട്ട് പുള്ളി ചെയ്തിങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നിട്ട് ആളെ ഓർത്തു, അയ്യോ എനിക്ക് ഇതിൻ്റെ സൈഡിലൊരു തല്ലിപ്പുള്ളി കഥ പറയാനുണ്ടല്ലോ, മെയിൻ കഥ അത് പറയണമല്ലോ എന്ന് ഓർത്തിട്ട് ഈ കഥ എടുത്തും കളഞ്ഞിട്ട് ആ കഥ പിന്നെയും തുടർന്ന് നമ്മളെ അങ്ങ് മടുപ്പിച്ചു. നമുക്ക് ഇതിനൊന്നും പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലെ ഹ്യൂമൻ ഇമോഷൻസ് ഒന്നും നമുക്ക് കണക്റ്റ് ആവാതായി. അത് ജെയിംസ് ക്യാമറോണ് മനസ്സിലായെന്ന് തോന്നിയത് കൊണ്ടാണ് തോന്നുന്നത് ആൾ അവിടെ മീനുകളുടെ ഒക്കെ ഒരു സീനുകളൊക്കെ കാണിച്ച് ഫീലാക്കാൻ നോക്കിയത്. പക്ഷേ എത്രയോ സിനിമയെ കണ്ടിട്ടുണ്ട്, അത് പല സിനിമയെ കണ്ട ട്രിക്കുകൾ, അതായത് ഒരു ക്യൂട്ട്നെസ്സിന് വേണ്ടി ഒരു ചെറിയ കൊച്ചിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് തുറക്കുമ്പോഴൊക്കെ നല്ല രസമുണ്ട്, നമുക്കും ഒരു കൊള്ളാമല്ലോ, നല്ല ക്യൂട്ടാണല്ലോ എന്ന് തോന്നും. ഊന ചാപ്ലിൻ്റെ ക്യാരക്ടറിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾക്ക് ഒരു വയലൻറ്റ് ക്യാരക്ടറാണ് ഇതിൽ വരാങ്ക് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഗെയിം ഓഫ് ത്രോൺസ് കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ നമുക്ക് റെഡ് വെഡ്ഡിങ്ങിൽ ആ ക്യാരക്ടറിന് എന്ത് പറ്റിയെന്ന് നമുക്ക് അതിലെ ആ ഊന ചാപ്ലിൻ അവർ അവതരിപ്പിച്ച ആ ക്യാരക്ടറിന് എന്ത് പറ്റിയെന്ന് നമുക്ക് അറിയാവുന്നത് കൊണ്ട് നമുക്ക് ആൾ എത്ര വയലൻസ് കാണിച്ചാലും മുഖത്ത് നോക്കുമ്പോൾ ഒരു പാവം തോന്നും. അപ്പം അത് നല്ല എന്താന്ന് പറഞ്ഞാലും ഇതിൽ പാവം തോന്നിയെന്ന് പറഞ്ഞാൽ നന്നായിട്ട് അഭിനയിച്ചു കേട്ടോ, നന്നായിട്ട് തന്നെ ഒരു ചെയ്തു. ആരെങ്കിലും ഇനി ഇതിനിപ്പോൾ അവതാറിൻ്റെ കഥ പുള്ളിക്ക് ഇനി ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആരെങ്കിലും നന്നായിട്ടൊരു സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരാളുടെ ആ ഒരു ക്യാരക്ടർ ഇനി ഈ സാധനം വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് ജെയിംസ് ക്യാമറോണിൻ്റെ അഡ്വൈസ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അടുത്ത ഭാഗം കുറച്ചുകൂടെ നല്ലതാവാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ജെയ്ക്ക് സള്ളി ആയിട്ട് സാം വർത്തിങ്ങിനാണല്ലോ. അപ്പോൾ ഇതിനകത്ത് ഒരു ഇപ്പോൾ അവതാർ ആണ് ബാക്കിയൊക്കെ എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ആ പണ്ടോറയിലെ ആ ക്രിയേച്ചേഴ്സായിട്ട് അല്ലെ അവിടുത്തെ ബീയിങ്സായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഇതിനകത്ത് ഈ പുള്ളിയെ മാത്രം കാണുമ്പോൾ ഇത് സാം വർത്തിങ്ടൺ ആണല്ലോ എന്ന് നമുക്ക് തോന്നുന്ന ഒരേ ഒരു ക്യാരക്ടർ അതാ. പുള്ളി എത്ര ചെയ്തിട്ടും പുള്ളി ശരിയാകുന്നില്ല. ആ മുഖത്തോട്ട് നോക്കുമ്പോഴേ നമുക്ക് ജെയ്ക്ക് സള്ളി നമ്മളെങ്ങനെ ഓർത്തിരിക്കുന്നത് ഈ പറഞ്ഞു കേൾക്കുന്നതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അല്ലാതെ നമുക്ക് അത് സാം വർത്തിങ്ടൺ ആണല്ലോ ആക്ട് ചെയ്യുന്നത് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഐമാക്സിൻ്റെ ടാഗ് ലൈൻ പറയുന്ന പോലെ തന്നെ വാച്ച് എ മൂവി ഓർ ബി എ പാർട്ട് ഓഫ് വൺ. ഒരു സിനിമയുടെ ഭാഗമാകണമെന്നുണ്ടെങ്കിൽ പോയി കണ്ടോളുക. ഭാഗമായിട്ടുള്ളവർക്ക് വീണ്ടും ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്.